മുൻപ് RSSകാരനായിരുന്ന INTUC നേതാവ് സത്യനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ CPMന് പങ്കുണ്ടെന്നാരോപിച്ച് പാർട്ടിക്കാരനായ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ കത്ത്. സത്യന്റെ കൊലപാതകം CPM ആലോചിച്ചു നടത്തിയതാണെന്ന് കേസിൽ പ്രതിയായിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബുവാണ് ആരോപിച്ചത്. 2001 സത്യൻ കൊല്ലപ്പെട്ടത്. കേസിൽ ബിബിൻ ബാബു ഉൾപ്പെടെ എല്ലാ പ്രതികളെയും 2006 കോടതി വെറുതെ വിട്ടിരുന്നു. നിരപരാധിയായി തന്നെ കേസിൽ പ്രതിയാക്കിയതായി സ്ഥാനമൊഴിയുന്നുവെന്ന് വ്യക്തമാക്കി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അയച്ച കത്തിൽ ബിബിൻ ആരോപിച്ചു. ആലപ്പുഴയിലെ വിഭാഗീയതയെ തുടർന്നാണ് ബിബിൻ ഉൾപ്പെടെ 3 നേതാക്കൾ കത്ത് നൽകിയത്. ഒരു തരത്തിലും പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിൽ കടുത്ത മാനസിക പീഡനം നടത്തുകയാണ്. സഖാക്കൾ നൽകുന്ന ഒരു പരാതിയിലും പരിഹാരമില്ലാത്ത അവസ്ഥയാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ ഒരു വിഭാഗം നടത്തുന്ന എല്ലാ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പാർട്ടി നേതാവ് സംരക്ഷണം നൽകുകയാണ് ചെയ്യുകയെന്നും കത്തിൽ പറയുന്നു. ഞാൻ SFI ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും DYFI സംസ്ഥാന സമിതി അംഗമായും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി 14 വർഷമായും പ്രവർത്തിച്ചു വരികയാണ്. വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ 36 കേസുകളിൽ പ്രതിയായിരുന്നു. പാർട്ടി ആലോചിച്ചു നടത്തിയ RSS പ്രവർത്തകനായിരുന്ന സത്യൻ കൊലപാതക കേസിൽ നിരപരാധിയായിരുന്ന എന്നെ പ്രതിയാക്കിയതിനെ തുടർന്ന് 19-ാം വയസ്സിൽ ഞാൻ 65 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. എന്റെ കുടുംബജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായ ചെറിയ തെറ്റിന് എന്നെ പരമാവധി അപമാനിച്ചു കഴിഞ്ഞു. എന്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് പാർട്ടിയിലേക്ക് തിരികെ എടുക്കുന്ന ഘട്ടത്തിൽ സഖാവ് KH ബാബുജൻ പഴയ ആരോപണങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. മാത്രമല്ല, ഞാൻ BJPയിലേക്ക് പോകുന്നുവെന്ന കള്ളം സഖാക്കളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്നെ ഒരു കാരണവശാലും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ബാബുജാന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് വിഘാതമായ നടപടിയാണ് ഇവിടെ ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗത്വവും ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതം മുഴുവൻ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹവുമായി നിൽക്കുന്ന എന്നെപ്പോലുള്ളവരെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവർ ശ്രമിക്കുന്നതിനെ പറ്റി പിന്നീട് പാർട്ടി പരിശോധിക്കുന്ന ഘട്ടത്തിൽ ബോധ്യപ്പെടുമെന്നും ബിബിൻ കത്തിൽ ചുരുക്കുകയാണ്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് INTUC നേതാവ് സത്യൻ വധിക്കപ്പെട്ടത്. കീരിക്കാട്, കരുവാറ്റംകുഴി, ചാപ്രയിൽ അജികുമാർ, സഹോദരൻ അനിൽകുമാർ, പത്തിയൂർ ഇരവു പടിഞ്ഞാറ്റുമുറി പ്രദീപ്, ചാപ്രയിൽ കിഴക്കതിൽ പ്രമോദ്, കോട്ടൂർ തെക്കേത്തറ വീട്ടിൽ സുരേഷ്, കരുവാറ്റംകുഴി കള്ളിക്കാൽത്തറ വീട്ടിൽ ബിബിൻ ബാബു, ആറാട്ടുപുഴ കള്ളിക്കാട്ടുമുറി വഞ്ചിപ്പുരയ്ക്കൽ വീട്ടിൽ ബിജു എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇവരെ ആലപ്പുഴ അതിവേഗ കോടതി ജഡ്ജി N സുഗുണനാണ് വെറുതെ വിട്ടത്. 2001 കായംകുളം മണ്ഡലത്തിൽ G സുധാകരനെതിരെ കോൺഗ്രസ് നേതാവ് MM ഹസന് അട്ടിമറി വിജയം സമ്മാനിച്ച തെരഞ്ഞെടുപ്പിൽ കീരിക്കാട് കള്ളിക്കൽ വീട്ടിൽ സത്യൻ സജീവ പ്രവർത്തകനായിരുന്നു. 2001 ജൂൺ 20 കരിയിലക്കുളങ്ങര സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയുമായി യാത്രക്കാരെ കാത്തിരിക്കുകയായിരുന്ന സത്യനെ രാവിലെ 7 മണിയോടെ 7-ാം പ്രതി ബിജു ഓട്ടം വിളിച്ചുകൊണ്ടുപോയെന്നും കരിയിലക്കുളങ്ങര കൊട്ടക്കാട് ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ മറ്റ് 6 പ്രതികൾ ചേർന്ന് വെട്ടിവീഴ്ത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. മാരകമായി മുറിവേറ്റ സത്യൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രി എന്നിവിടങ്ങളിൽ 22 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് മരിച്ചത്.